നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യ പ്രചാരണ വിഷയമായി ക്ഷേമ പെൻഷൻ കുടിശ്ശിക. യുഡിഎഫിന്റെ കാലത്ത് പെൻഷൻ കുടിശ്ശിക തീർത്തതിന് തെളിവാവശ്യപ്പെട്ട് മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് രംഗത്ത് വന്നു. സമയത്ത് പെൻഷൻ കൊടുത്തിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ തരക്കേടില്ല എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിയുടെ തിരിച്ചടി. ചില ക്ഷേമ പെൻഷനിൽ മാത്രമാണ് കുടിശ്ശികയുള്ളതെന്നാണ് LDF സ്ഥാനാർത്ഥി M. സ്വരാജിന്റെ പ്രതിരോധം. തിരഞ്ഞെടുപ്പ് കാലത്ത് ക്ഷേമ പെൻഷൻ കുടിശ്ശിക തീർക്കുന്നത് കൈക്കൂലിയാണെന്ന KC വേണുഗോപാലിന്റെ പരാമർശമാണ് പെൻഷൻ വിഷയം നിലമ്പൂരിൽ പ്രധാന വിഷയമാകാൻ കാരണം. വികസന ക്ഷേമ രാഷ്ട്രീയം ചർച്ചയാക്കാൻ പറ്റിയ അവസരമായി കണ്ട CPM നേതൃത്വം UDF കാലത്തെ കുടിശ്ശികയുടെ കണക്ക് ഉയർത്തിക്കൊണ്ടുവരികയാണ്. പെൻഷൻ വിഷയത്തിൽ ബഹുജന സംഘടനകൾ രംഗത്തിറക്കി പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചാണ് CPMന്റെ രാഷ്ട്രീയ നീക്കം. നമ്മുടെ സംസ്ഥാനത്തെ പെൻഷൻ വാങ്ങുന്ന എല്ലാവർക്കും അറിയാം, ഈ പെൻഷൻ നേരത്തിന് കൊടുക്കാത്തതിൽ റെക്കോർഡിട്ട് അവർ ഭരണം ഇവിടെ ഉണ്ടായിരുന്നു. നേരത്തിന് ഇത് ഒരിക്കലും കൊടുക്കില്ല. അധികാരം വിട്ടൊഴിഞ്ഞു പോയ ഇതിനു മുമ്പുള്ള UDF ഗവൺമെന്റ് 18 മാസക്കാലത്തെ പെൻഷനാണ് കൊടുക്കേണ്ടിരുന്നത്. 18 മാസം. ഇടതുകാലത്തെ കുടിശ്ശിക ചൂണ്ടിക്കാട്ടിയാണ് UDFന്റെ പ്രത്യാക്രമണം. മറ്റു വിഷയങ്ങൾ കിട്ടാത്തതുകൊണ്ടാണ് KC വേണുഗോപാലിന്റെ പരാമർശം ആളിക്കത്തിക്കാൻ നോക്കുന്നതെന്നും ഐക്യമുന്നണി നേതൃത്വം തിരിച്ചടിക്കുന്നു. അവർക്ക് ഒരു ആത്മവിശ്വാസം നിലമ്പൂരിൽ തോന്നാത്തത് കൊണ്ട് വീണ് കിട്ടിയ വല്ല വിഷയം ഉപയോഗിക്കുകയാണ്. അങ്ങനെയാണ് ഈ പെൻഷൻ കൊണ്ട് നടക്കുന്നത്. ഇടതുപക്ഷത്തിൻ്റെ പെൻഷൻ സംബന്ധിച്ചുള്ള മുഖം ഇപ്പോൾ അത് സമയത്തിന് കൊടുക്കാത്ത ഗവൺമെൻറ് എന്നുള്ളതാണ്. ക്ഷേമ പെൻഷൻ കുടിശ്ശികയുണ്ടെന്ന UDF വാദത്തെ പ്രതിരോധിക്കാൻ LDF സ്ഥാനാർത്ഥിയും ശക്തമായി രംഗത്തുണ്ട്. UDFന്റെ അവസാന കാലത്ത് പെൻഷൻ ഉണ്ടായിരുന്നില്ല, ഒരൊറ്റ പെൻഷനും കൊടുത്തിട്ടില്ല. അത് LDF ആണ് കുടിശ്ശിക തീർത്തത്. ഭാഗികമായി കാര്യങ്ങളെ അവതരിപ്പിക്കുന്നതും ബോധപൂർവം കളവ് പറയുന്നതും ജനാധിപത്യത്തെ ശക്തിപ്പെടുത്തില്ല. സത്യത്തിൻ്റെ വഴിയിലേക്ക് സാവധാനമെങ്കിലും കടന്നു വരൂ സഹോദരന്മാരെ എന്ന് പറയാൻ മാത്രമേ നമുക്ക് സാധിക്കൂ. 2014 സെപ്റ്റംബർ മുതൽ കുടിശ്ശികയായിരുന്ന പെൻഷൻ തുക വിതരണം ചെയ്തതിന് തെളിവ് കാണിക്കാൻ മുൻ ധനമന്ത്രി ഡോക്ടർ ടി.എം. തോമസ് ഐസക് പ്രതിപക്ഷത്തെ വെല്ലുവിളിച്ചു. 2014 ഓഗസ്റ്റിൽ ഓണം പ്രമാണിച്ച് തപാൽ വഴി വിതരണം ചെയ്ത പെൻഷൻ എത്ര പേർക്ക് കിട്ടിയെന്നതിന് തെളിവുണ്ടോ എന്നും ഐസക് ചോദിക്കുന്നു. 24 തിരുവനന്തപുരം.